ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മോട്ടോനെറ്റിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാനായിട്ട് പോകുന്ന വണ്ടി ഓലയുടെ തന്നെ ഏറ്റവും പുതിയ വേരിയൻ്റായിട്ടുള്ള ജനറേഷൻ 3യിൽപ്പെട്ട S1 Pro Plus ആണ്. അതായത് ഇപ്പോൾ ഓലയിൽ ഇറങ്ങിയതിൽ വെച്ച് ഏറ്റവും കൂടുതൽ പവർഫുള്ളും ഏറ്റവും കൂടുതൽ ഫീച്ചേഴ്സും വരുന്ന വണ്ടിയാണ് S1 Proയുടെ Pro Plus എന്ന് പറഞ്ഞ മോഡൽ. അപ്പോൾ ഇന്ന് നമുക്ക് ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ നോക്കാം. നമുക്ക് വണ്ടിയുടെ ഫ്രണ്ട് സൈഡിൽ നിന്ന് തുടങ്ങാം. ആദ്യമായിട്ട് തന്നെ വണ്ടിയുടെ കളറിനെ പറ്റി പറയാം. വളരെ എലഗൻ്റ് ആയിട്ടുള്ള പാഷൻ റെഡ് എന്ന് പറഞ്ഞ ഒരു കളറാണ് ഈ S1 Pro Plus വന്നിട്ടുള്ളത്. S1 Pro Plusന് മാത്രമാണ് ഈ ഒരു കളർ കിട്ടത്തുള്ളൂ. S1 Pro ആണെന്നുണ്ടെങ്കിൽ ഈ പാഷൻ റെഡ് എന്ന് പറഞ്ഞ കളർ കിട്ടത്തില്ല. Pro Plusന് മാത്രമേ ഈ കളറുള്ളൂ. ഫസ്റ്റ് ഇറങ്ങിയിട്ടുണ്ടായിരുന്ന S1 Gen 1ൽ വരുന്ന S1 Proയ്ക്കെല്ലാം ഈ ഒരു കളർ ഉണ്ടായിരുന്നു. ഇതേപോലത്തെ ഒരു കളറായിരുന്നു അന്നെല്ലാം ഉണ്ടായിരുന്നത്. ഇപ്പോൾ Gen 2 ഒക്കെ ഇറങ്ങിയതിന് ശേഷം ഈ കളറ് ഇറക്കിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ Gen 3 വന്നൊരു സമയത്താണ് വീണ്ടും ഈ ഒരു കളറിലേക്ക് വന്നത്. Gen 2 നിന്ന് Gen 3ലേക്ക് മാറിയ സമയത്ത് മിററിലെല്ലാം നമുക്ക് ബോഡിയുടെ ടോൺ ഏതാണോ കളർ ഏതാണോ അത് തന്നെ നമുക്ക് മിററിലും കാണാനായിട്ട് പറ്റും. ആ ഒരു റെഡ് കളർ തന്നെയാണ് മിററിലും വരുന്നത്. പിന്നെ വണ്ടിയിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് ആദ്യം നമുക്ക് പറയാതിരിക്കാനായിട്ടില്ല, ഒരു ബ്രേക്കിൻ്റെ കാര്യമാണ്. ഒരു ABS ആണ് വണ്ടിയുടെ ഫ്രണ്ട് ബ്രേക്കിൽ കൊടുത്തിട്ടുള്ളത്. ഡിസ്ക് ബ്രേക്കിൽ വിത്ത് ABS ആണ് കൊടുത്തിട്ടുള്ളത്. ആദ്യമായിട്ടാണ് ഞാനൊരു സ്കൂട്ടിക്കകത്ത് ABSൻ്റെ ബ്രേക്ക് ഫ്രണ്ടിൽ കാണുന്നത്. എസ്പെഷ്യലി അതൊരു ഇലക്ട്രിക് സ്കൂട്ടർ കൂടി ആവുന്ന സമയത്ത്. പിന്നെ നമുക്കവിടെ ഒരു റിഫ്ലക്ടർ കൂടി അതിൻ്റെ കൂടെ തന്നെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. വണ്ടി ഓടിച്ചു നോക്കിയ സമയത്ത് വളരെ റെസ്പോൺസീവ് ആയിട്ടുള്ളൊരു ABS ബ്രേക്കിങ്ങിന് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒന്നൊന്നും പറയാൻ നല്ലപോലെ തന്നെ നമുക്ക് ബ്രേക്കിംഗ് എഫിഷ്യൻസി നല്ലപോലെ തന്നെ ബ്രേക്കിൻ്റെ സൈഡിൽ നിന്നും കിട്ടുന്നുണ്ട്. കൂടാതെ തന്നെ നമുക്ക് ഇതിൻ്റെ ടയറിൻ്റെ സെക്ഷൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ 90/12 ടയർ സൈസ് വരുന്നത്. അതിൽ നമുക്ക് ഒരു റെഡ് ലൈനോട് നമുക്ക് സ്ട്രാപ്പോട് നമുക്ക് അതിൻ്റെ കൂടെ തന്നെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. അതൊന്നുകൂടി വണ്ടിയുടെ ഒരു ഓവറോൾ ബ്യൂട്ടി കൂട്ടുന്നുണ്ട്. സിയറ്റിൻ്റെ ടയറാണ് കൊടുത്തിട്ടുള്ളത്. ഫ്രണ്ടും ബാക്കും സെയിം സൈസാണ് ടയറിന് വരുന്നത്. ഓക്കെ, പിന്നെ വണ്ടിയുടെ സൈഡ് സെക്ഷനിലേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിവിടെ എടുത്ത് കാണിക്കുന്നത് ഈ സീറ്റാണ്. സീറ്റ് ഒന്നുകൂടി ഇപ്പോൾ നമുക്ക് കുഷ്യനായിട്ടുണ്ട് കേട്ടോ. മുമ്പത്തെ വണ്ടി അപേക്ഷിച്ച് ഒന്നുകൂടി കുഷ്യൻ വരുന്ന സീറ്റാണ് വരുന്നത്. അതും ഒരു ഡുവൽ ടോണിലാണ്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് പോലെ ഡുവൽ ടോണിലാണ് സീറ്റ് ഇപ്പോൾ കൊടുത്തിട്ടുള്ളത്. പിന്നീട് ഗ്രാബ് റെയിൽ ഉണ്ട്. ഗ്രാബ് റെയിലും അത്യാവശ്യം നല്ലപോലെ തന്നെ ഫങ്ഷണലായിട്ട് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഗ്രാബ് റെയിലാണ് വണ്ടിക്ക് കൊടുത്തിട്ടുള്ളത്. തൊട്ട് താഴെയായിട്ട് S1 Proയും അതിൻ്റെ Pro Plusൻ്റെ ബാഡ്ജിങ്ങും കാണാനായിട്ട് പറ്റും. അവിടെ നമുക്ക് ചാർജിങ്ങിൻ്റെ പോർട്ടാണ് വരുന്നത്. സിമ്പിളാണ്. ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓപ്പൺ ചെയ്യാം, ക്ലോസ് ചെയ്യാം. ഞാൻ ശ്രദ്ധിച്ചൊരു പിന്നെ ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം മോട്ടോറാണ്. ഇവിടെ നമുക്ക് മോട്ടോർ കാണാനായിട്ട് പറ്റും. ഇപ്പോൾ വരുന്ന മോട്ടോർ വിത്ത് MCU ആണ് വരുന്നത്. ഇൻ്റഗ്രേറ്റഡ് MCU ആണ്. മോട്ടറും MCU നമുക്ക് ഒരുമിച്ച് തന്നെയാണ് വണ്ടിയിൽ കൊടുത്തിട്ടുള്ളത്. മുൻപത്തെ വണ്ടികളുടെ പോലെ MCUവും മോട്ടോറും സെപ്പറേറ്റ് അല്ല. മോട്ടറും MCUവും നമുക്ക് ഒരുമിച്ചാണ് വണ്ടിയിൽ വന്നിട്ടുള്ളത്. ഈ മോട്ടറിൻ്റെ പവർ 13 കിലോവാട്ടാണ് മോട്ടറിൻ്റെ പവർ വന്നിട്ടുള്ളത്. നോർമൽ ഇതുവരെയുള്ള പ്രോയ്ക്കെല്ലാം 11 കിലോവാട്ട് ആയിരുന്നു. ഇപ്പോൾ 2 കിലോവാട്ട് കൂടി പവർ വണ്ടിക്ക് കൂടിയിട്ടുണ്ട്. സോ ഇതൊരു റോക്കറ്റാണെന്ന് തന്നെ പറയാം. നല്ലപോലെ വണ്ടി നമ്മൾ വലിച്ചെടുത്തുകൊണ്ട് പോകുന്ന പവറാണ് വണ്ടിക്കുള്ളത്. അത് മോട്ടറിൻ്റെ സൈഡ്. പിന്നെ ഇവിടെ നമുക്ക് മോണോഷോക്ക് കാണാനായിട്ട് പറ്റും. പവർഫുള്ളായിട്ടുള്ളൊരു മോണോഷോക്കും തൊട്ട് താഴെയായിട്ട് ഡിസ്ക് ബ്രേക്കും കാണാം. ഇവിടെ നമുക്ക് ആ ഒരു റെഡ് ഗ്രാഫിക്സിൻ്റെ വർക്കെല്ലാം കാണാനായിട്ട് പറ്റുന്നുണ്ട്. പിന്നെ വണ്ടിയിൽ വന്ന മറ്റൊരു മേജർ അപ്ഡേറ്റ് ആണ് ചെയിൻ ഡ്രൈവ്. മുൻപുണ്ടായിരുന്നത് ബെൽറ്റ് ആയിരുന്നു. ഇവിടെ നമുക്ക് മോട്ടറിൽ നിന്ന് ഇങ്ങോട്ട് ബെൽറ്റ് ഡ്രൈവ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ അവിടെ ബെൽറ്റ് ഇല്ല, പകരം ചെയിനാണ്. അതുകൊണ്ട് തന്നെ ബെൽറ്റ് ഇടയ്ക്ക് പൊട്ടിപ്പോകുന്ന ടെൻഷനില്ല, നമുക്ക് വണ്ടി ഓടിക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ റിലയബിൾ ആയിട്ടുള്ള ഒരു ചെയിൻ സിസ്റ്റമാണ് വണ്ടിക്ക് കൊടുത്തിട്ടുള്ളത്. ഒരുപാട് നോയ്സ് ഒന്നുമില്ല. ഞാൻ അത്യാവശ്യം വണ്ടി ഓടിച്ച് നോക്കി. എന്നാലും ഒരു ചെയിനൊന്ന് റൊട്ടേറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു ചെറിയൊരു സൗണ്ട് മാത്രമേ ഉള്ളൂ. ഞാൻ വിചാരിക്കുന്ന പോലെ നമ്മൾ വലിയൊരു ചെയിൻ നോയ്സോ കാര്യങ്ങളൊന്നും വണ്ടിയുടെ സൈഡിൽ നിന്ന് നിലവിൽ വരുന്നില്ല. പിന്നെ ഈ വണ്ടിക്ക് പീരിയോഡിക്കൽ സർവീസുണ്ട്. 5000 കിലോമീറ്റർ അല്ലെങ്കിൽ 6 മാസത്തിനുള്ളിലായിട്ട് വണ്ടി പീരിയോഡിക്കൽ സർവീസ് അല്ലെങ്കിൽ മെയിൻ്റെനൻസ് ചെയ്യേണ്ടതാണ്. പിന്നെ വണ്ടിയുടെ ഫ്രണ്ട് സൈഡിലേക്ക്, അതായത് ഈ ഒരു ഡാഷിൻ്റെ സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് പഴയ പോലെ തന്നെ ഒരു 7 ഇഞ്ചിൻ്റെ TFT ടച്ച് ഡിസ്പ്ലേ കാണാനായിട്ട് പറ്റും. ഇത് നമുക്ക് ഡിസ്പ്ലേ പറ്റി ഒരു വീഡിയോയിൽ
ഡീറ്റെയിൽ ആയിട്ട് പറയാം. കാരണം ഒരുപാട് ഫീച്ചേഴ്സ് ഉള്ള ഒരു MoveOS 5 ആണ് ഇപ്പോൾ ഇതിന് വന്നിട്ടുള്ളത്. സോ ഒരുപാട് ഫീച്ചേഴ്സ് ഇതിനകത്തുണ്ട്. ഈ ഒരു വീഡിയോയിൽ പറഞ്ഞു കഴിഞ്ഞാൽ തീരത്തില്ല. സോ തീർച്ചയായിട്ടും അടുത്ത വീഡിയോയിൽ ഈ MoveOS 5നെ പറ്റിയിട്ടും പുതിയ അപ്ഡേറ്റ് എന്തൊക്കെയാണെന്നുള്ളതിനെ പറ്റിയിട്ട് നമ്മൾ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഓക്കെ. പിന്നെ യൂഷ്വൽ നമുക്കിവിടെ മിറർ വരുന്നുണ്ട്, താഴെ സ്പീക്കർ വരുന്നുണ്ട്, 2 സ്പീക്കർ വരുന്നുണ്ട്. സ്പീക്കറിൻ്റെ കാര്യത്തിൽ ചെറിയ മാറ്റം വന്നിട്ടുണ്ട്. മുൻപത്തെ സ്പീക്കറിനെ അപേക്ഷിച്ചിട്ട് പാട്ടൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് ഒന്നുകൂടി നല്ലപോലെ ബാസും കാര്യങ്ങളെല്ലാം ക്ലാരിറ്റിയുള്ളൊരു സൗണ്ടാണ് വന്നിട്ടുള്ളത്. സോ ഒന്നുകൂടി ഒന്ന് കേൾക്കാനൊക്കെ ഒരു പാട്ടൊക്കെ വെച്ച് കേൾക്കുന്ന സമയത്ത് നല്ലപോലെ തന്നെ ക്ലാരിറ്റി ഉണ്ട്. സ്പീക്കർ മാറിയിട്ടുണ്ട്, തീർച്ചയായിട്ടും സ്പീക്കർ മാറിയിട്ടുണ്ട്. അതൊരു അപ്ഡേറ്റ് പോലെ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ നമുക്കൊരു ചാർജിങ് സ്ലോട്ട് ഉണ്ട്, ഉണ്ടോ? ഇവിടെ ഒരു USB പോലെ ഒരു പോർട്ടുണ്ട്. നമുക്ക് ചാർജ് കേബിള് കൊടുത്തു കഴിഞ്ഞിട്ട് ഇവിടെ തന്നെ നമുക്ക് ഫോൺ സിമ്പിളായിട്ട് വെച്ച് കഴിഞ്ഞാൽ ചാർജ് ചെയ്യാനായിട്ടും പറ്റുന്നതായിരിക്കും. ഹുക്കും വരുന്നുണ്ട് ഇവിടെ. പിന്നെ വണ്ടിയുടെ ബൂട്ട് സ്പേസിൻ്റെ കാര്യം പറഞ്ഞില്ല. വണ്ടിയുടെ ബൂട്ട് സ്പേസിൽ നമുക്ക് കാര്യപ്പെട്ട അപ്ഡേറ്റ് ഒന്നും വന്നിട്ടില്ല. പഴയ പോലെ തന്നെ ഒരു 34 ലിറ്ററിൻ്റെ ബൂട്ട് സ്പേസാണ് വണ്ടിക്ക് വരുന്നത്. നമുക്ക് അത്യാവശ്യം എന്തൊക്കെ സാധനങ്ങൾ ആവശ്യമുള്ള നമുക്ക് എല്ലാ കാര്യങ്ങളും കൊണ്ടുപോകാനായിട്ട് പറ്റുന്ന ഒരു ബൂട്ട് സ്പേസ് തന്നെയാണ് വണ്ടിക്ക് വന്നിട്ടുള്ളത്. ഒരു ഫാമിലി സ്കൂട്ടറായിട്ട് ഉപയോഗിക്കാമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ സാധനങ്ങൾ വണ്ടിയിൽ ക്യാരി ചെയ്യാനായിട്ട് പറ്റും. 2 ഹെൽമെറ്റ് നമുക്ക് സിമ്പിളായിട്ട് വണ്ടിയുടെ കൂടെ വയ്ക്കാൻ പറ്റും. അല്ലെങ്കിൽ ഒരു ഹെൽമെറ്റും വണ്ടിയുടെ ചാർജർ നമുക്ക് ക്യാരി ചെയ്യണമെന്നുണ്ടെങ്കിൽ ചാർജറും ഇതിൻ്റെ കൂടെ തന്നെ വെക്കാനായിട്ടും പറ്റും. ഇവിടെ ഒരു സംഭവം കാണിച്ചു തരാം. അധികം ശ്രദ്ധിക്കാത്തൊരു സംഭവമാണ്. നിങ്ങളുടെ ഓലയുടെ വണ്ടിക്കകത്ത് ഇതുപോലത്തെ ഒരു സ്റ്റിക്കർ കാണാനായിട്ട് പറ്റും. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എയർ പ്രഷർ എത്രയാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതെന്നുള്ളതാണ്. 33 ആണ് ഫ്രണ്ടിലും ബാക്കിലും, സെയിം ടയർ സൈസാണ് പറയുന്നത് കമ്പനി. 2 കാരണങ്ങളുണ്ട് നിങ്ങൾക്ക് അത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്. ഒന്നാമതായിട്ട് നമുക്ക് വണ്ടിക്ക് മൈലേജ് കുറയും കറക്റ്റ് എയറിൽ അടിച്ചിട്ട് നമ്മൾ വണ്ടി ഓടിയില്ല എന്നുണ്ടെങ്കിൽ. പിന്നെ ഒരു സൈഡ് വണ്ടി ടയർ ഇരുന്ന് ഓടി ആ വൺ സൈഡിൽ ടയർ ചെറ്റിപ്പോവുകയും ചെയ്യും. സോ ഈ കാര്യം ഒന്ന് മൈൻഡിൽ വെക്കുക വണ്ടി ഉപയോഗിക്കുന്നവരൊക്കെ. പിന്നെ ഈ വണ്ടിയിൽ എനിക്ക് ഏറ്റവും കൂടുതലൊരു കംഫേർട്ട് തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ വണ്ടിയല്ല ഓലയുടെ എല്ലാവരും വണ്ടിക്കും കൂടുതൽ എനിക്കൊരു കംഫേർട്ട് തോന്നുന്ന കാര്യം ഇതിൻ്റെ ഒരു റൈഡിങ് സ്റ്റാൻസ് അല്ലെങ്കിൽ റൈഡിങ് പൊസിഷനാണ്. നമുക്ക് എങ്ങനെയാണോ വണ്ടി ഓടിക്കുന്നത്, അല്ലെങ്കിൽ ഏതൊരു സ്റ്റൈലിലാണോ നമുക്ക് വണ്ടി ഓടിക്കേണ്ടത്, ആ ഒരു സ്റ്റൈലിൽ നമുക്ക് വണ്ടി ഇരുന്ന് ഓടിക്കാനായിട്ട് പറ്റും. കാരണം ഇവിടെ നമുക്ക് ഇത്രയും വലിയൊരു ലെഗ് സ്പേസ്, ഒരു ലെഗ് ഏരിയ വരുന്നുണ്ട്. മാത്രമല്ല ഇത്രയും വലിയ ഒരു സീറ്റും വരുന്നുണ്ട്. സോ ഇപ്പോൾ നമ്മൾ ഇവിടെ ഒന്ന് അത്യാവശ്യം കൺജസ്റ്റഡ് ഇരുന്നിട്ട് ഇവിടെ കാലൊക്കെ വെച്ചിട്ട് ഒരു നൈസായിട്ട് വണ്ടി ഓടിക്കുക എന്നുള്ള ഒരു സെറ്റപ്പിലാണെന്നുണ്ടെങ്കിൽ വണ്ടി ഓടിക്കുക. അതല്ല നമുക്ക് ഒന്നുകൂടി ഒന്ന് ഈ ഒരു ഭാഗത്തേക്കൊക്കെ കുറച്ചുകൂടി പുറകിലേക്ക് ഇരുന്ന് കാലൊക്കെ വിശാലമായിട്ട് ഫ്രണ്ടിലേക്ക് നീട്ടി റിലാക്സ് ചെയ്തിട്ട് ഓടിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഓടിക്കാം. സോ നമ്മുടെ റൈഡിങ് സ്റ്റാൻസ് എന്താണോ എന്നുള്ളത് നമുക്ക് തന്നെ ഈ വണ്ടിയിൽ ഡിസൈഡ് ചെയ്യാനായിട്ട് പറ്റും. അത് മറ്റ് പല വണ്ടികൾക്കും എനിക്ക് അത്രയൊരു കൺവീനിയൻ്റ് ആയിട്ട് തോന്നിയിട്ടില്ല റൈഡിങ് സ്റ്റാൻസിൻ്റെ കാര്യം. സോ ഈ വണ്ടിയിൽ നമ്മുടെ റൈഡിങ് സ്റ്റാൻഡ് എങ്ങനെയാണോ അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണോ വണ്ടി ഓടിക്കേണ്ടത് എന്നുള്ള കാര്യം നമ്മൾ തന്നെയാണ് തീരുമാനിക്കേണ്ടത്. നമുക്ക് തന്നെ തീരുമാനിക്കാം. അതൊരു നല്ലൊരു ഡിസൈനിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നി. വണ്ടിയുടെ സ്വിച്ചസിലൊന്നും കാര്യങ്ങളായിട്ടും മാറ്റമൊന്നും വന്നിട്ടില്ല. പഴയ പോലെ തന്നെ ഹൈ ബീം, ലോ ബീം, റിവേഴ്സ്, ക്രൂസ് കൺട്രോൾ, ഇൻഡിക്കേറ്റർ, ഹോണ് കാര്യങ്ങളെല്ലാം. ഇപ്പോഴത്തെ സൈഡിലേക്ക് നോക്കുന്ന സമയത്ത് മോഡിൻ്റെ ബട്ടണ്, പവർ ബട്ടൺ, വോളിയം അപ്പ് ഡൗൺ, അല്ലെങ്കിൽ പ്ലേ ആൻഡ് പോസ്, നെക്സ്റ്റ് ബട്ടണൊക്കെയാണ് വന്നിട്ടുള്ളത്. മോഡ് ബട്ടൻ്റെ അവിടെ എന്ന് പറഞ്ഞായിട്ട് ഇപ്പോൾ വന്നിട്ടുള്ളത്. മുൻപൊരു ഫ്ലാഷ് പോലെ ഒരു സിമ്പിളായിരുന്നു, അപ്പോൾ അത് ആയിട്ടുണ്ട്. ഈ ചെയിൻ്റെ കാര്യം പറഞ്ഞ കൂടെ തന്നെ ചെയിനിലും നല്ലപോലെ തന്നെ പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന വിധത്തിൽ ഒരു ചെയിൻ ഗാർഡ് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് മോട്ടറിൻ്റെ സൈഡ് മുതൽ ചെയിൻ ഫുള്ള് കവറായിട്ടും മോഡലും താഴെ എല്ലാം കവറാവുന്ന വിധത്തിൽ ഒരു ചെയിൻ ഗാർഡും വണ്ടിക്ക് വന്നിട്ടുണ്ട്. സോ ചെളിയും മണ്ണെല്ലാം കയറുന്നത് ഒരു പരിധി വരെ അത് തടയാനായിട്ട് പറ്റും. പിന്നെ നമ്മളത് പീരിയോഡിക്കൽ സർവീസിനകത്ത് A to Z വണ്ടിയെല്ലാം ചെക്ക് ചെയ്യുന്നതായിരിക്കും. ആ ടൈമിൽ നമ്മൾ ചെയിനും കമ്പനിയിൽ നിന്ന് സർവീസ് ചെയ്യും. ഗേസ്, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളൊരു ഇലക്ട്രിക് വെഹിക്കിൾ 2 വീലർ എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന ആളാണെന്നുണ്ടെങ്കിലോ, അല്ലെങ്കിൽ ഒരു 2 വീലർ എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന ആളാണെന്നുണ്ടെങ്കിലോ, അല്ലെങ്കിൽ ഒരു ഓല ഉപയോഗിക്കുന്ന ആളൊക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിലേക്ക് കാണുന്നവരായിരിക്കും. ബൈ, താങ്ക് യു.